IBPS ക്ലർക്കിന്റെ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നോക്കാം. പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് പേജിന്റെ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ബാക്കി 2 പേജ് ഇൻസ്ട്രക്ഷൻ നമുക്ക് വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. കളറായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല, ക്ലാരിറ്റി ഉണ്ടായിരുന്നാൽ മതി. പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തൊരു ഫോട്ടോയും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാപ്ചർ ചെയ്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, രണ്ടും ഓൾറെഡി അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത് കൊടുത്തിരിക്കുന്ന സ്പേസിൽ നമ്മുടെ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. അത് ഇപ്പുറത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് തന്നെയാണ് തൊട്ടിപ്പുറത്ത് സ്പേസിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു അഡീഷണൽ കോപ്പി കയ്യിൽ കരുതണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ, പേസ്റ്റ് ചെയ്യുന്നതിന് പുറമെ. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഒന്നും ചെയ്യരുത്. ഫോട്ടോ ഒട്ടിക്കണം, അക്രോസ് സൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഫോട്ടോയുടെ പുറത്തുനിന്ന് തുടങ്ങി അകത്തോട്ട് കയറത്തക്ക രീതിയിൽ സൈൻ ചെയ്യാം. അത് മാത്രമേ അഡ്മിറ്റ് കാർഡ് ചെയ്യാവൂ, ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു അഡീഷണൽ ഫോട്ടോയും കൂടെ കൊണ്ടുപോകണം. അതിന് പുറമെ നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അത് ഏത് പറ്റും എന്നുള്ളത് വലിയൊരു ലിസ്റ്റ് അഡ്മിറ്റ് കാർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ വോട്ടേഴ്സ് ID, ഏതെങ്കിലും ഒന്ന്. ഒറിജിനലും വേണം, കോപ്പിയും വേണം, 2 മസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മുടെ പേന, റഫ് പേപ്പർ ഒക്കെ എക്സാം സെന്ററിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ടൈം ഉണ്ടല്ലോ, അതിന് വളരെ മുൻപ് തന്നെ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. അഡ്മിറ്റ് കാർഡിൽ 10 മണിയാണെങ്കിൽ 9 മണിക്ക് എങ്ങനെ അവിടെ എത്താം എന്നുള്ള രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു റോഡിന്റെ അവസ്ഥയിൽ നമ്മുടെ ഡേറ്റ് ആയി പോയാൽ നമ്മൾ അകത്തോട്ട് പെർമിറ്റ് ചെയ്യത്തില്ല. ഇനി 10 മണിയാണ് അഡ്മിറ്റ് കാർഡിന്റെ ടൈമെങ്കിൽ 10 മണിക്ക് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. മേ ബി 11 വല്ലതും ആവും. കാര്യം അകത്തോട്ട് കയറ്റിയതിനു ശേഷം കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലൂ, സ്റ്റാമ്പ് പാഡ്, അങ്ങനെയുള്ള സ്റ്റേപ്പിളർ ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും കമ്പൽസറി എല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. അതൊക്കെ എക്സാം സെന്ററിൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഡ്രസ് കോഡോ ജ്വല്ലറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കമ്പൽസറി ഒന്നും തന്നെ അല്ല.